ദിവസങ്ങളായി ഡിഫൻസ് ഓഹരികൾ നിക്ഷേപക ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. പല ഓഹരികളിലും ശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റാണ് കടന്നുവരുന്നത്. ഈ സാഹചര്യത്തിൽ പ്രമുഖ ബ്രോക്കറേജായ ആന്റിക് സ്റ്റോക്ക് ബ്രോക്കിംഗ് വിവിധ ഡിഫൻസ് ഓഹരികൾക്ക് നൽകുന്ന പുതിയ ടാർഗറ്റ് വില മനസ്സിലാക്കാം. കൂടാതെ 45% മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഓഹരിയുടെ വിശദാംശങ്ങളും മനസ്സിലാക്കാം. ഡിഫൻസ് ഷിപ്പ്യാർഡ് കമ്പനികളുടെ ഓർഡർ ബുക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ 3 ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 54,000 കോടി രൂപയുടെ ഡിഫൻസ് ഓർഡറുകൾക്ക് സർക്കാർ അനുമതി കൂടി ലഭിച്ചത് ഓഹരികൾക്ക് കൂടുതൽ ഉത്തേജനമായിട്ടുണ്ട്. 2022 മുതൽ 2025 സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ 8.45 ലക്ഷം കോടി രൂപയുടെ ഓർഡറുകളാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിട്ടുള്ളത്. തൊട്ടു മുൻപുള്ള 3 വർഷം വെച്ച് നോക്കുമ്പോൾ 3.3 മടങ്ങ് വർധനവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2026-2027 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഉയർന്ന ഓർഡർ ഇൻഫ്ലോ ഡിഫൻസ് ഷിപ്പ്യാർഡുകൾക്ക് ഉണ്ടാകുമെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു. 2.35 ലക്ഷം കോടി രൂപയുടെ മെഗാ ഓർഡറും വരും വർഷങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ബ്രോക്കറേജ് വിലയിരുത്തുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മെസഗോൺ ഡോക്ക് ഓഹരിക്ക് ബൈ ശുപാർശ നൽകുമ്പോൾ 3,433 രൂപയിലേക്ക് കുതിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗാർഡൻ റീച്ച് 2024 രൂപ വരെ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾക്ക് ഹോൾഡ് എന്ന ശുപാർശ നൽകുമ്പോൾ 1,481 രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത്. ജൂലൈ 2024 മുതൽക്ക് മാർച്ച് വരെ കറക്ഷൻ നേരിട്ട ഓഹരികളാണിവ. എന്നാൽ ഏപ്രിലിൽ ശക്തമായ തിരിച്ചുവരവാണ് പ്രകടമാക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ 15% മുന്നേറ്റമാണ് മെസഗോൺ ഡോക്കിന്റെ ഓഹരിയിൽ കണ്ടത്. ഏപ്രിൽ അവസാന വാരത്തിൽ 13% നേട്ടം ഓഹരി രേഖപ്പെടുത്തിയിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരികളിലും 13% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഏപ്രിൽ അവസാന വാരത്തിൽ 9% മുന്നേറ്റമാണ് റിപ്പോർട്ട് ചെയ്തത്. ഗാർഡൻ റീച്ച് ഓഹരികൾ മാർച്ചിൽ 35% നേട്ടമാണ് നൽകിയത്. ഏപ്രിൽ മാസത്തിലും 14% മുന്നേറി. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ ഏപ്രിലിന്റെ അവസാന ആഴ്ചയിൽ 16% മുന്നേറാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. മെയ് മാസം ആദ്യവാരം 5% നഷ്ടവും ഓഹരി പ്രകടമാക്കി. ഡിഫൻസ് ഓഹരികൾ കൂടാതെ 45% മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഓഹരി IIFL ഫിനാൻസ് ആണ്. HSBC ആണ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകിയത്. മുൻപ് 380 രൂപ ടാർഗറ്റ് വില നൽകിയതിൽ നിന്നും 550 രൂപയാക്കി ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് സെഗ്മെന്റ് മെച്ചപ്പെടുന്നതും ലിക്വിഡിറ്റി ഉയരുന്നതും ഫണ്ടിംഗ് കോസ്റ്റ് കുറയുന്നതുമൊക്കെ കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ വർദ്ധിക്കാൻ കാരണമാകും. എങ്കിലും ഗോൾഡ് ലോണിലുള്ള വർദ്ധിച്ചു വരുന്ന മത്സരവും കുറയുന്ന ഈൽഡും ചിലവ് ഉയരുന്നതും റിസ്കുകളായി HSBC ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഏർണിംഗ്സ് പെർ ഷെയർ അനുമാനം 6%, അടുത്ത സാമ്പത്തിക വർഷത്തിലെ അനുമാനം 0.5% കുറച്ചിട്ടുണ്ട്. 4ാം പാദത്തിൽ ലാഭത്തിൽ 77% കുറവാണ് ഇത്തവണ IIFL റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് പാദത്തിൽ രേഖപ്പെടുത്തിയ 165 കോടി രൂപയിൽ നിന്നും 38 കോടി രൂപയായാണ് കുറഞ്ഞത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 40% കുറഞ്ഞ് 546.6 കോടി രൂപയായി. ടോട്ടൽ ഇൻകം 36% കുറഞ്ഞ് 546 കോടി രൂപയിലെത്തി. എന്നാൽ ഈ കുറവ് പലവിധ കാരണങ്ങൾ കൊണ്ടുണ്ടായതിനാൽ ഇത് താൽക്കാലികമാണ് എന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. 6 അനലിസ്റ്റുകൾ ഓഹരിയിൽ വ്യൂ പങ്കുവച്ചിട്ടുണ്ട്. 6 അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാർശ തന്നെയാണ് നൽകുന്നത്. നിലവിൽ 400 രൂപയ്ക്ക് മുകളിൽ തുടരുന്ന ഓഹരി തുടർച്ചയായ ഇടിവിന് ശേഷം കഴിഞ്ഞ 3 മാസമായി ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്.